അല്ല, അതാ ഞാൻ പറഞ്ഞത്. സപ്ലൈകോയിൽ നേരത്തെ തന്നെ സർക്കാർ സപ്ലൈകോയിൽ ഒരു സഹായവും ചെയ്തിരുന്നില്ല എന്നുള്ള മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സപ്ലൈകോ പൂർണ്ണമായിട്ടും പൂട്ടിക്കാനുള്ള നടപടിയാണ് ഈ സർക്കാരിന്റെ നടപടിയിലൂടെ വരാൻ പോകുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സപ്ലൈകോ ഇങ്ങനെ വില വർദ്ധിപ്പിക്കുകയും ഭാരത് അരി വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതിന് പിന്നിൽ വർഷങ്ങളായി നടക്കുന്ന ആന്ധ്ര മുതലായ സംസ്ഥാനങ്ങളിലെ അരി ലോബിയുമായി ചേർന്നുള്ള വലിയ കമ്മീഷൻ ഇടപാടുണ്ട്. വലിയ കമ്മീഷൻ ഇടപാടാണ് അരി ഇടപാടിൽ നടക്കുന്നത്. പൊതുമാർക്കറ്റിൽ അരിക്ക് വില കൂടുന്നതിന് കാരണമാവുന്നത് ഈ കമ്മീഷൻ ആന്ധ്ര അരി ലോബിയുമായി ചേർന്ന് സർക്കാരുകൾ നടത്തുന്ന കൊള്ളയാണ്. ഇതിപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അരി കിട്ടാതാവുമ്പോൾ ജനങ്ങൾ പൊറുതിമുട്ടും. അപ്പോൾ പിന്നെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ആന്ധ്രയിൽ നിന്നും മറ്റും അരി ഇറക്കും. അതിന് യാതൊരു ടെൻഡർ മാനദണ്ഡങ്ങളും ഒന്നും പരിശോധിക്കാനാണ് അതാണ് ഇവർ ചെയ്യുന്നത്. വ്യാപകമായ പ്രചരണം എന്ന് പറഞ്ഞാൽ ആര് നടത്തുന്ന പ്രചരണം? ജനങ്ങളാരും അരി വാങ്ങി ഇവിടെ നോട്ട് മാറ്റി കിട്ടുന്നതിനേക്കാളും വലിയ ക്യൂ ആയിരുന്നു. വാങ്ങിയവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വീണ്ടും വേണമെന്നാണ്. 500 ഔട്ട്ലെറ്റ് വേണം. എൻ്റെ ഓഫീസിൽ ദിവസവും ഇത് എങ്ങനെ സംഘടിപ്പിക്കും, ഈ ഔട്ട്ലെറ്റ്സ് എങ്ങനെ സംഘടിപ്പിക്കും, ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ. അതുകൊണ്ട് ഇതൊക്കെ വ്യാപകമായ പരാതി എന്ന് പറഞ്ഞാൽ സഖാക്കൾ പറയുന്നതാണ്, വേറെ ആരും പറയുന്നില്ല. അവർ തന്നെ പോയിട്ട് വാങ്ങുകയും ചെയ്യും. ആദ്യം അവരായിരിക്കും മുമ്പിൽ. പാവങ്ങൾക്ക് ഒരു ആശ്വാസമാണിത്. എന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? സർക്കാർ പറയട്ടെ. ഭാരത് അരി റേഷൻ കടകളിൽ വിൽക്കുന്ന അരിയാണെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു? അല്ലേ, സോഷ്യൽ മീഡിയ പറയുന്നത് നോക്കിയിട്ടല്ലല്ലോ മറുപടി പറയേണ്ടത്. ഉത്തരവാദപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ മറുപടി പറയാം. കേരളത്തിലെ ഭക്ഷ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും ഒരു പാർട്ടി നേതാക്കളോ അങ്ങനെ ആരാണെന്നുള്ളത് ഇന്ന് അങ്കമാലി വരുന്നെന്ന് കേട്ടെ. എല്ലായിടത്തും വരട്ടെ. നിങ്ങള് മന്ത്രി വന്നില്ലേ? വന്നോട്ടെ. എന്തിനു തിരക്കുടിക്കുന്നത്? ആര് കൊടുത്താലെന്താ? അരി 29 രൂപയ്ക്ക് പോരെന്ന് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ ഈ കടയിൽ പോയി വാങ്ങുന്ന 49 രൂപയ്ക്ക് വാങ്ങുന്ന അരി, സാർ ഒരു മിനിറ്റ് 49 രൂപയ്ക്ക് വാങ്ങുന്ന അരി ഏത് കമ്പനിയാണ് വിൽക്കുന്നത്? ആരാണ് നിങ്ങളെ കൊണ്ട് വിൽക്കുന്നതെന്ന് പറയുന്നത്? ഇതിന് കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്. ഇത് ആരാണ് വിതരണം ചെയ്യുന്നത്, ഏത് ഏജൻസിയാണ് ഇത് കൊടുക്കുന്നത്, എല്ലാം വന്നിട്ടുണ്ട്. സാർ ഈ ക്യാപ്സൂൾ ഇങ്ങനെ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്? ഇത്രയും മുതിർന്ന ഒരാളല്ലേ? അതെ, ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന ക്യാപ്സൂൾ ചോദിച്ചാലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സാറേ, കോവിഡ് വന്നപ്പോഴേ ഒരു നയ പൈസയുടെ ഗുണം നിങ്ങളെ പാർട്ടി ഇവിടെ ചെയ്തിട്ടില്ല. അരി കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ അല്ല, ദേശാഭിമാനിയാണ്ട് പറഞ്ഞ അരിയും കൊടുത്തില്ല, മരുന്നും കൊടുത്തില്ല, വാക്സിൻ കൊടുത്തില്ല. മുഖ്യമന്ത്രി വന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആടിനെ 2 കയറ് കൊണ്ട് കെട്ടണം, പട്ടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ പാത്രം കമത്തി വെക്കണം. ഇതൊക്കെയാ ഉപദേശം. ഒരു നയ പൈസയുടെ ഗുണം മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല. മോദി അരി കൊടുത്തു, പെണ്ണുങ്ങൾക്കെല്ലാം 500 കൊടുത്തു. 2 ഡോസ് വാക്സിനും ഒരു ബൂസ്റ്റർ ഡോസ് വാക്സിനും ഫ്രീ ആയിട്ട് കൊടുത്തു. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും മരുന്ന് കൊടുത്തു. ഉച്ചക്കഞ്ഞി സ്കൂൾ മുടങ്ങിയപ്പോഴും വീട്ടിൽ കൊടുത്തു. പോഷൺ അഭിയാൻ അംഗനവാടികളിൽ കുട്ടികൾ പോവാതിരുന്നപ്പോൾ അവരുടെ അമ്മമാർക്ക് കൊണ്ട് കൊടുത്തു. ഇതെല്ലാം മോദി ചെയ്തു. പിണറായി വിജയൻ 6 മണിക്ക് വന്ന് നല്ല കുപ്പായൊക്കെ ഇട്ട് ഇത്രയും ഉപദേശങ്ങൾ, ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മോദി അന്ന് പറഞ്ഞു എല്ലാവർക്കും ഗരീബ് കല്യാൺ അന്ന യോജന അരി കൊടുക്കും. അത് 5 വർഷത്തേക്ക് മോദി നീട്ടി. ഇലക്ഷൻ നോക്കിയിട്ടല്ല, ഇനിയും കൊടുക്കും. ദാരിദ്ര്യം 25 കോടി ആളുകൾ ദാരിദ്ര്യക്ക് മുകളിലായി. ഇത്രയും ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 13% ആളുകൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ദാരിദ്ര്യക്ക് മുകളിലാവുന്നത് ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടാണ്. സാർ, ലോകം എല്ലാം അംഗീകരിച്ചു. ചൈനക്കാരനടക്കം പേടിച്ചിട്ട് നിൽക്കുകയാണ്. വെറുതെ ഈ ദേശാഭിമാനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, അതൊക്കെ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണി പോകില്ല. ഇതൊക്കെ പാർട്ടിക്ക് ഒരു നയമല്ലേ, ഒരു തീരുമാനമല്ലേ? കേന്ദ്രമന്ത്രി ചാലക്കുടിയിലും ഉണ്ടാവും. നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? ഇത്തവണ ചാലക്കുടിയിൽ നിന്നും കേന്ദ്രമന്ത്രി ഉണ്ടാവും. പിന്നെ NDA മുന്നണി അവരെക്കാൾ കൂടുതൽ ശക്തമായിട്ട് നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുക. മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ മാത്രമല്ല, അത് നിങ്ങൾ ഒരു സുരേഷ് ഗോപിയുടേതായതുകൊണ്ട് നിങ്ങൾ പേര് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള പേര് നിങ്ങൾ കൊടുക്കാത്തുണ്ട്.
ആ ഞാൻ അത്രേ പറയും. അല്ലപ്പ ഞാനിതൊന്നും അവകാശപ്പെട്ടില്ലല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. ഒരു കാര്യമാണല്ലോ, അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നു. അല്ല ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷനായിരുന്നത് എവിടെയായിരുന്നു? അത് പറഞ്ഞു. അല്ല അത് സെൻട്രൽ പാർട്ടി പറയും, ഞാൻ പറഞ്ഞല്ലോ.